നമസ്കാരം. കേരള പോലീസിനോടൊരു അഭ്യർത്ഥനയുണ്ട്. ആ മാങ്ങാണ്ടിയെ കൈ കിട്ടിയ ആദ്യം അവൻ്റെ വരി ഉടച്ചു കളയണം. ഇനി അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കിട്ടിയ ഉടനെ തന്നെ നിർവീര്യമാക്കി കളയണം. കാര്യം ഇനി കേരളത്തിൽ ഒരു സ്ത്രീക്കും ഈ ഗതികേട് വരരുത്. അത് പറയാൻ കാരണം ആ പെൺകുട്ടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഓഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. അത് കേട്ടതിന് ശേഷം ഒരു ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാതെ അത് ഒടുങ്ങുന്നെങ്കിൽ ഒടുങ്ങട്ടെ എന്നുള്ള നിലയ്ക്ക് 4 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയോട് യവൻ ചെയ്ത പ്രവൃത്തി, ഒരു പക്ഷേ ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിൻ്റെ വികാരം മറ്റൊരു തരത്തിൽ ഉയർന്നു കേട്ടേനെ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നവീൻ ബാബുവിൻ്റെ ജീവന് വേണ്ടി ഇവിടെ പൊട്ടി ഒലിച്ച് വികാരം ഒഴുക്കിയവരാണ് ഈ പറയുന്ന മാങ്ങാണ്ടിയൊക്കെ. ഇതൊരു സ്ത്രീയോട് ആത്മഹത്യ ചെയ്തില്ല, അവർ പോരാടി. അവർക്ക് നേരിട്ട ആ ഗുരുതരമായിട്ടുള്ള ലൈംഗിക പീഡനവും ഒപ്പം തന്നെ അവർ കടന്നു പോകേണ്ടി വന്ന മെന്റൽ ട്രോമ ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തിക്ക് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം സഹനമാണെന്ന് ആ ശബ്ദരേഖ തെളിയിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ആ ശബ്ദരേഖ നിങ്ങൾ കേൾക്കണം. അറിഞ്ഞതല്ലേ, എവിടെയെങ്കിലും പോവാം, ഞാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം, ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ നിന്ന് അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല, കുറച്ചു കൂടെ താങ്ങാൻ പറ്റുന്നില്ല, എന്റെ ചങ്ങ് പൊട്ടിപ്പോവാതെ. ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലിയും ഫിസിക്കലിയും ഞാൻ ഇത്രയും തകർന്ന് തരിപ്പണമായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒന്നും ഓക്കെയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, അവകാശങ്ങൾ നിഷേധിച്ചത് ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരന് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ എന്ത് നശിപ്പിക്കുമെന്നാണ്, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടത് നശിപ്പിക്കും ഞാൻ എങ്ങനെ ചെയ്യും? പൊയ്ക്കോളാത്തല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇത് നടന്നിട്ട് എത്ര നാളായി? അന്ന് നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തല്ലേ, അന്ന് എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി നിലമ്പൂർ എത്തിയെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നത്. അതും വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ? എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ബ്ലീഡിങ് ഇത്ര ദിവസം എടുത്തിട്ടാണ് അത് നിക്കണേ. ഡോക്ടറിന്റെ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ മര്യാദയ്ക്ക് ഇത് ആരാ നിങ്ങൾക്ക് കൊണ്ട് തന്ന്, നിങ്ങൾ കൊല്ലാനാണോ കൊണ്ട് തന്നപ്പോ? പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ, നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ, നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ? സത്യം പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, അതിൽ ജീവിക്കണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടി ഞാനത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞതും, ഇനി ഒരൊറ്റ സ്ത്രീക്ക് ഇവനെ കൊണ്ട് ഈ ഒരു ദുരന്തം ഉണ്ടാവരുത്. ഇവനെ വാസക്ടമി ചെയ്യുക എന്നതിനപ്പുറം, അതായത് ഒരു മൃതപ്രായൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായിട്ട് വേണം ഇനി ഇവൻ പുറത്തേക്ക് വരാൻ. ഇവന് ഇങ്ങനെ ഒരു ലൈംഗിക ശേഷി ഇനി ഉണ്ടാകാൻ പാടില്ല. ലൈംഗിക ശേഷി ഉണ്ടായിരുന്നതിൻ്റെ ഗുരുതരമായിട്ടുള്ള ഫലങ്ങൾ ഈ നാട്ടിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും, എന്തിനേറെ പറയുന്നു ട്രാൻസ്ജെൻഡർമാർ വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനെ ഇനി ചെയ്യേണ്ടത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യേണ്ടതാണ്. എന്ത് കുറ്റകൃത്യമാണോ ഇവൻ ചെയ്തിട്ടുള്ളത് ആ കുറ്റകൃത്യത്തിന് ഇവനെ ഇനി ലൈംഗിക നിർവീര്യനാക്കുക. ഇവൻ ഇനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ അങ്ങനെ ഒരു കഴിവില്ലാത്തവനായിട്ട് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ജീവിക്കേണ്ടതുണ്ട്. കാര്യം ഇവനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന രോഗമല്ല. ഇവൻ കരുതുന്നുണ്ട് ഇവൻ എന്തോ പ്രത്യേക നൈപുണ്യം നേടിയ അല്ലെങ്കിൽ പ്രത്യേക വിദഗ്ധനാണെന്ന് കരുതുകയാണ്. അങ്ങനെ വിദഗ്ധമായിട്ടുള്ള അവൻ്റെ ഞരമ്പ് രോഗങ്ങൾ തീർക്കാനുള്ളതാണ് ഈ നാട്ടിലെ സ്ത്രീകളുടെ ജീവൻ എന്ന് അവൻ കരുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് കിട്ടിയ ഉടനെ കാല് മടക്കി അവൻ്റെ ആ മയിൽക്കുറ്റിയിലേക്ക് ഒരൊറ്റ ഷോട്ട് അങ്ങ് പായിക്കുക. ആ ഷോട്ടോടുകൂടി ഇവൻ്റെ കട്ടയും പടവും മടങ്ങേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഇവന് വേറെ ഒരു തരത്തിലുള്ള
ശിക്ഷയെ അർഹിക്കുന്നില്ല. മയിൽക്കുറ്റി അടിച്ച് തെറിപ്പിച്ച് ഇവനെ ഇനി വെറും ജീവച്ഛവം പോലെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നടത്തിക്കേണ്ടത് ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട നീതിയുടെ ഭാഗമാണെന്ന് പറയേണ്ടി വരികയാണ്. അത്രമാത്രം തെമ്മാടിയായിട്ടുള്ള, മനസാക്ഷിയില്ലാത്ത, ഒരു തരത്തിലും നീതിബോധമില്ലാതെ വാക്കുകൾ കൊണ്ട് ഡയലോഗ് അടിച്ച് ജീവിക്കുന്ന ഇവൻ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ദുരന്തപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ആ ഓഡിയോ തെളിയിക്കുന്നുണ്ട്. മനുഷ്യർക്കായിട്ടുള്ളവർക്ക് കേട്ടു നിൽക്കാൻ കഴിയില്ല. അതായത് സ്വന്തം രാഷ്ട്രീയ കരിയറിന് വേണ്ടി പെൺകുട്ടികളെ മാക്സിമം ഉപയോഗിച്ചതിന് ശേഷം അവരെ ഇനിയിപ്പോൾ അധിക്ഷേപിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വറിനെ പോലുള്ള ചില പൂണൂലിട്ട നാറികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാര്യം അവന്മാർക്കാകുമ്പോൾ ഒച്ചയെടുത്ത് സംസാരിക്കാനും എന്ത് വിളിച്ചു പോകാനുള്ള ഒരു നാവുണ്ടല്ലോ, ആ നാവെടുത്ത് വെച്ചിട്ട് പെൺകുട്ടി വിവാഹിതയാണെന്ന്, ഈ നാട്ടിൽ വിവാഹിതയാകുന്ന പെൺകുട്ടിയും പരസ്ത്രീ ബന്ധവും ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ ഇത്തരമൊരു ദ്രോഹം, ഇത്തരമൊരു ക്രൂര പ്രവൃത്തി ഒരു സ്ത്രീയോട് കാട്ടിയവൻ, അവനെ ഇനി ചെയ്യേണ്ടത്, അത് പലതരത്തിലുള്ള പരാതികൾ വരാനുള്ള ഏറ്റവും വലിയ അവസരമായി മാറിയിട്ടുണ്ട്. അവർ എല്ലാം കൂടി പരാതി കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കയ്യിൽ കിട്ടിയ ഉടനെ മയിൽക്കുറ്റിയെ ബൂട്ട് കൊണ്ട് ചവിട്ടി എന്ന് തെറിപ്പിച്ച് കളയുക മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. കേരള പോലീസ് ദയവായി അക്കാര്യം ചെയ്യണമെന്ന്. ഒരു നിയമവിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ പോലും ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടി, ഈ നാട്ടിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്തേ മതിയാകുള്ളൂ. അത് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർ തയ്യാറായി കഴിഞ്ഞാൽ ഈ നാടിന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിയമപരമായിട്ടുള്ള അംഗീകാരമാകും അതെന്ന് പറയേണ്ടി വരികയാണ്.